മലയാള സിനിമയിൽ ചിരിയുടെ മാലപ്പടക്കം പൊട്ടിച്ച സംവിധായകനാണ് സിദ്ദിഖ്. സിദ്ദിഖും ലാലും ഒന്നിച്ച് സംവിധാനം ചെയ്ത ചിത്രങ്ങളും സിദ്ദിഖ് തനിയെ സംവിധാനം ചെയ്ത ചിത്രങ്ങളും മലയാളത്തിൻ്റെ മുഴുത്ത ചിരികളായി മാറിയിട്ടുണ്ട്. ചിരി ആരോഗ്യത്തിന് ഹാനികരമല്ലെന്ന് തെളിയിച്ച ഡയറക്ടർ സിദ്ദിഖിനെ സ്നേഹപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതിന് മുമ്പ് സ്വയം ചിരിച്ചു നോക്കാറുണ്ടോ? ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ആളാണെന്നാണ് എന്നെപ്പറ്റി പറയുക. എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണോ ഒരു കോംപ്ലിമെൻ്റ് ആണോ എന്നറിയില്ല. എപ്പോഴും എൻ്റെ മുഖത്ത് ചിരി ഉണ്ടാവും. അതിന് കാരണമൊന്നും വേണ്ട. ഞാൻ പൊതുവെ ഒരു ചിരി ഇഷ്ടപ്പെടുന്ന ആളാണ്. ഒരു ഹാപ്പി ഗോ ലക്കി. അതെ, എപ്പോഴും. അത് ഒരു വളരെ അപൂർവം സമയങ്ങളിലെ എൻ്റെ മുഖത്ത് ചിരിയില്ലാതിരിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു പടം നിർമ്മിക്കണമെന്ന് തീരുമാനിച്ച് കഴിഞ്ഞിട്ട് അത് ഡെഫിനറ്റ്ലി സാർ ചെയ്യുമ്പോൾ അതൊരു ആ ജോൺറ ഫിലിം ഇസ് കോമഡി ബേസ്ഡ് ആണല്ലോ. ആ കോമഡി ബേസ്ഡ് ഫിലിമിന് എന്തൊക്കെ വേണം എന്ന് ആദ്യം തന്നെ താങ്കൾ തീരുമാനിക്കുമോ? ഇല്ല, അങ്ങനെ തീരുമാനിക്കാൻ പാടില്ല. നമ്മൾ എന്തൊക്കെ വേണമെന്ന് തീരുമാനിച്ചിട്ടൊരു കഥയിലേക്ക് പോകാൻ പറ്റില്ല. എങ്ങനത്തെ കഥ വേണമെന്ന് നമ്മൾ തീരുമാനിക്കും. അപ്പോൾ എങ്ങനത്തെ കഥ വേണമെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുൻപുള്ള ചിത്രങ്ങളിൽ നിന്ന് അതിൽ വന്നിരിക്കുന്ന കഥാപാത്രങ്ങൾ അല്ലാത്തത്, പിന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സിനിമകൾ, ഇപ്പോൾ കറണ്ടായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ, പിന്നെ എൻ്റെ സിനിമ റിലീസാകാൻ പോകുന്ന സമയത്ത് വരുന്ന സിനിമകൾ, അതിൻ്റെയൊക്കെ കണ്ടന്റ് നമ്മളൊന്ന് അന്വേഷിക്കും. അതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള അതൊന്നും അല്ലാത്തതാകണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു അന്വേഷണം തുടങ്ങുക. ഓക്കെ, ഒരു കഥാപാത്രത്തെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സാധാരണ എല്ലാ തിരക്കഥാകൃത്തുകളും പറയണത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ജീവിതത്തിൽ കണ്ടിട്ടുള്ളവരെ അവർ മനസ്സിൽ വെച്ചിട്ടാണ് ഞാനിങ്ങനെ എഴുതുക എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടോ? പലതരത്തിലുണ്ട്. ഇപ്പം നമ്മൾ ഒരു കഥാപാത്രത്തെ നമ്മൾ എവിടെയെങ്കിലും കണ്ട ആളുണ്ടാവും. ഏതെങ്കിലും ജീവിതത്തിൽ നമ്മൾ പല സ്ഥലത്ത് വെച്ച് കണ്ട ആളുണ്ടാവും. രസകരമായ ഒരു ക്യാരക്ടറായിരിക്കും അയാളുടെ. അപ്പോൾ ഇയാളെ നമ്മൾ മനസ്സിൽ വെച്ച് ഇയാൾ കൊള്ളാമല്ലോ എന്ന് നമ്മൾ മനസ്സിൽ കുറിച്ചിടും. എന്നിട്ട് ഇത് ഇത് നമുക്ക് ഓർമ്മ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്കൊരു കഥയിൽ ഇരിക്കുമ്പോഴൊരു ക്യാരക്ടർ വേണം, അല്ലെങ്കിൽ അയാൾക്കൊരു സ്വഭാവം വേണം, അയാൾക്കൊരു പ്രത്യേകത വേണമെന്ന് പറയുമ്പോഴാണ് ചിലപ്പോൾ പെട്ടെന്ന് ഇതിങ്ങ് വരും. അത് വരും. അപ്പൊ അതിനെയാണ് നമ്മൾ ഗുരുത്വം, ദൈവാധീനം എന്നൊക്കെ പറയുന്നത്. അത് ഓർമ്മ വരണമല്ലോ, ഒബ്സർവൻസ് ആണ്. അതെ. അപ്പൊ വരുമ്പോഴാണ് ഒരുപാട് ഒബ്സർവൻസ് വേണം എന്നുള്ളത്. ഒബ്സർവേഷൻ ഡെഫിനറ്റ് ആയിട്ട് വേണം. ഇപ്പോൾ എവിടെ ഇരുന്നാലും ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ കേൾവിക്കാരനാകാനാണ് എനിക്കിഷ്ടം. ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ആളുകൾ ഇങ്ങനെ പറയുന്നത് ഞാൻ മണിക്കൂറുകളോളം കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ കൂടെ ലാല് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ലാല് പറയുമായിരുന്നു, തൻ്റെ ഒരു ക്ഷമ. ഞാൻ പറഞ്ഞു, അതിനകത്ത് എന്തെങ്കിലും നമുക്ക് കിട്ടുന്നില്ലേ എന്ന് പറയും. കാരണം ഒരു കാര്യമില്ലെങ്കിലും അവർ പറയുന്നത് മുഴുവൻ ഞാൻ കേട്ടുകൊണ്ടിരിക്കും. രാംജി റാവ് സ്പീക്കിംഗ് ഇന്നത്തെ സാഹചര്യത്തിൽ നിർമ്മിക്കേണ്ടി വന്നാൽ അതങ്ങനെ തന്നെ ചെയ്യോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കി? ഡെഫിനറ്റ് ആയിട്ട്. ഇപ്പോഴാണ് ഞാൻ രാംജി റാവ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും മേക്കിംഗ് സ്റ്റൈൽ അങ്ങനെ ആയിരിക്കില്ലല്ലോ. പക്ഷെ ഒരു കഥയുടെ ആ രീതിയെല്ലാം മാറും. കാരണം ഇന്നിപ്പോൾ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് അത്ര വലിയ പ്രോബ്ലം അല്ല. അന്ന് ഇപ്പോൾ ഒരു 10-16 വർഷം മുൻപുള്ള സംഭവമാണ് രാംജി റാവ് സ്പീക്കിംഗ്. അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ പ്രോബ്ലമാണ് പഠിച്ചവർക്ക് അൺഎംപ്ലോയ്മെന്റ് അല്ലേ. അപ്പോൾ അതാണ് നമ്മളത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നത് ഹൈലൈറ്റ് ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള പ്രോബ്ലം നമ്മൾ കണ്ടെത്തിയിട്ട് വേണം ഈ കഥ അതിനകത്തേക്ക് പേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ആംബിയൻസ് നമ്മൾ ആദ്യം കണ്ടെത്തണം. ചിലപ്പോൾ അതേ ആയിരിക്കില്ല, ഈ നാടക ട്രൂപ്പോ ഒന്നും ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ ഈ ഒരു കോമഡി ഫിലിംസ് അല്ലെങ്കിൽ ഫിലിംസ് വിച്ച് മേക്ക് യു ലാഫ്, ഇങ്ങനത്തെ പടങ്ങളിന് അത്രയധികം അവാർഡുകൾ കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി കുറേ ഡയറക്ടേഴ്സിൻ്റെ അടുത്തുനിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പരാതി ഉണ്ടോ? എനിക്കങ്ങനെ അവാർഡ് കിട്ടാത്തതിൽ പരാതിയൊന്നുമില്ല. കാരണം ആളുകൾ ഇഷ്ടപ്പെടുകയും ആളുകൾ എവിടെ ചെന്നാലും എന്നാലും ഒരു അംഗീകാരമല്ലേ? ഇതിനപ്പുറത്തേക്ക് വലിയൊരു അംഗീകാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മറ്റതൊക്കെ കുറച്ച് ആളുകൾ തരുന്നതല്ലേ. അവാർഡ് എന്ന് പറയുന്നത് ഒരു മാസ് ഡിസിഷൻ അല്ലല്ലോ. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, അവരുടെ പ്രത്യേകമായിട്ടുള്ള അവരുടെ ടേസ്റ്റ്, അവരുടെ ഇഷ്ടങ്ങൾ അല്ലേ, അത് സ്വാധീനിക്കും എന്തായാലും അവാർഡിന്. അപ്പോൾ ഒരു 10 പേര് ചേർന്നിരുന്ന് തരുന്ന അവാർഡിനേക്കാളും എത്രയോ വലുതാണ് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ചേർന്ന് ഈ പടം 200-300 ദിവസം ഓടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവാർഡിനെ കുറിച്ച് എനിക്കൊരു പരാതിയില്ല. അവാർഡ് പിന്നെ നമ്മുടെ മലയാളിക്കുള്ള ഒരു പ്രത്യേകതയാണ്, ചിരിയെ വളരെ വളരെ ചീപ്പായ കാര്യമായിട്ടാണ് കാണുന്നത്. ലോകത്ത് എല്ലായിടത്തും ചിരിയെ വലിയ കാര്യമായിട്ട് കാണുകയാണ്. നമ്മൾ മലയാളികൾ മാത്രമാണ് ഒരു ബലം പിടുത്തമുള്ള ആളുകളാണ്. ചിരിക്കും, ആസ്വദിക്കും, എല്ലാം കഴിഞ്ഞിട്ട് ചിരിക്കാം എന്ന് പറഞ്ഞിട്ട് വളരെ നിസ്സാരമായിട്ടാണ്. ഇത്രയും
പ്രയാസമുള്ള അല്ലെങ്കിൽ ഇത്രയും സൃഷ്ടിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഫീൽ വേറെ ഇല്ല ചിരിയെപ്പോലെ. നമുക്ക് അത്ര നല്ല ആർട്ടിസ്റ്റുകളും ഉണ്ട് കേട്ടോ. ഇത്രയും ഈ മലയാളിയുടെ ഈ ആറ്റിറ്റ്യൂഡിനൊപ്പം തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വേറൊരു വലിയ ഗ്രൂപ്പും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന നടന്മാരും മിക്കവാറും ഒരു 10 പേരെടുത്താൽ ഒരു 8 പേരും നമ്മുടെ മലയാളികളായിരിക്കും. നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം. ക്യാരക്ടർ ആർട്ടിസ്റ്റ് പോലും നോക്കിയാൽ അത് പറയാം. കൊച്ചു കേരളത്തില് നല്ല നല്ല ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതാണ് നമ്മുടെ ഭാഗ്യം. ആ ടാലന്റഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ വന്ന് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം. അപ്പോൾ എൻ്റെ ടാലൻസും അത് അവർക്ക് ഷെയർ ചെയ്യുകയും അവരുമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഒരു വലിയ ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്. ഗോഡ് ഫാദർ പടത്തിന് അവാർഡ് തരാൻ സാധ്യതയല്ല എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതായിട്ട്, അതും കേന്ദ്ര അവാർഡ് തരാൻ സാധ്യതയല്ല എന്ന് പറഞ്ഞതായിട്ട് ഒരു ഇത് കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? അന്ന് നാഷണൽ അവാർഡ് കലാമേന്മയും ജനപ്രീതിയും നേടിയ ചിത്രത്തിന് നാഷണൽ ലെവലിൽ 2 സിനിമകളെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഇവരുടെ പോപ്പുലർ ബെസ്റ്റ് ഫിലിം അല്ല, ബെസ്റ്റ് പോപ്പുലർ ഫിലിം അവാർഡ് ഉണ്ടല്ലോ, അത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അന്ന് 2 സിനിമകളെ ആ കാറ്റഗറിയിൽ മത്സരിക്കാനുണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഞങ്ങളുടെ ഗോഡ് ഫാദറും പിന്നെ ഒന്ന് ചിന്നത്തമ്പിയുമാണ്. അപ്പോൾ ഗോഡ് ഫാദറിനാണ് അവാർഡ് കിട്ടുമെന്ന് ഉറപ്പിച്ചിരിക്കുമ്പോഴാണ് അടൂർ ഗോപാലകൃഷ്ണൻ സാർ എന്തോ അദ്ദേഹത്തിൻ്റെ, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ അവരുടെ താല്പര്യങ്ങൾ അവരുടെ ഇഷ്ടങ്ങളൊക്കെ സ്വാധീനിക്കും. അദ്ദേഹത്തിന് അങ്ങനത്തെ സിനിമകൾ ഇഷ്ടമല്ല. അതപ്പോൾ നമ്മുടെ കാലക്കേട്, അത് അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്കോ വേറൊന്നുമല്ല, അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് ആ അവാർഡ് കൊടുക്കണ്ട എന്ന് അദ്ദേഹം അങ്ങനെ ഒരു അവാർഡിൻ്റെ ആവശ്യമില്ല എന്ന് തീരുമാനം. അങ്ങനെ പറയാൻ പാടില്ല ശരിക്കും, അല്ലേ? അങ്ങനെ ഒരു അവാർഡിൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ പാടില്ല ശരിക്കും. അങ്ങനെ ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കുന്ന വേറെ ആളുകളാണ്. എനിക്ക് വേണമെങ്കിൽ ഈ ആ അവാർഡ് വേറെ ആരെങ്കിലും കൊണ്ട് സെലക്ട് ചെയ്യിക്കാം. എനിക്കത് അങ്ങനത്തെ സിനിമകളോട് താല്പര്യമില്ല എന്ന് പറയാം. ആ അവാർഡിന് അങ്ങനെ ഒരു അവാർഡിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ കൊല്ലമാണ് ഇന്ത്യൻ നാഷണൽ അവാർഡിൻ്റെ ചരിത്രത്തിൽ ആ കാറ്റഗറിയിലുള്ള അവാർഡ് ഇല്ലായിരുന്നു ആ കൊല്ലം മാത്രം. അതാണ് നമ്മുടെ ഒരു കാലക്കേട്. നാഷണൽ അവാർഡ് കിട്ടിയില്ല, പക്ഷേ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പക്ഷേ അതിലൊക്കെ നമ്മൾ അങ്ങനെ ദുഃഖിക്കുകയും അല്ലെങ്കിൽ അതിനോടൊരു വാശി കാണിക്കുകയും അതിനെക്കുറിച്ച് അന്നും നമ്മളോട് പലരും അതിന് റിയാക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. നമ്മൾ എന്തിനു റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല അതിന്. അത് അദ്ദേഹത്തിൻ്റെതായ ഇഷ്ടം പറഞ്ഞു. അദ്ദേഹം അങ്ങേര് ചെയർമാനായിരിക്കുന്ന ഒരു ജൂറിയിൽ ഇത് അയച്ചു കൊടുത്തിട്ട് അങ്ങേർക്ക് ഇഷ്ടമില്ലാത്തൊരു സിനിമയ്ക്ക് അങ്ങേരെ അവാർഡ് കൊടുത്തോളണം എന്ന് ഞാൻ പറയണത് കാര്യമില്ല. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അങ്ങേര് തരില്ല എന്ന് വിശ്വാസം നേരത്തെ ഉറപ്പുണ്ടായിരുന്നു. ഞാൻ അയക്കാൻ പാടില്ലായിരുന്നു. ആ ജൂറിയിൽ എനിക്ക് വിശ്വാസമില്ല, ഞാൻ അയക്കില്ലായിരുന്നു. അയച്ചിട്ട് അവർ തള്ളിക്കളഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ട് പിന്നെ അതിനെക്കുറിച്ചൊരു നമ്മളൊരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അത് വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യും. ആ സമയത്ത് നമുക്ക് നല്ല തമാശ പറഞ്ഞുകൊണ്ടിരിക്കുക. വിച്ച് ഇസ് മോർ ഹെൽത്തി. ശരി, ആർട്ട് സിനിമയും കമേഴ്ഷ്യൽ സിനിമയും എല്ലാവരും പറയുന്നുണ്ടല്ലോ. ഈ 2 സിനിമയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? ഓരോരുത്തരുടെ ടേസ്റ്റാണ് ഈ പറയുന്ന ആർട്ട് സിനിമ, കമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുന്നത്, അല്ലേ? എല്ലാവരും ആർട്ട് സിനിമ എടുക്കുന്നവർ പണത്തിന് വേണ്ടിയിട്ട് തന്നെയല്ലേ എടുക്കുക. വെറുതെ ആരും ആർട്ട് സിനിമ എടുക്കുന്നില്ലല്ലോ, അല്ലേ? അത് ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കും പണമുണ്ട്, അതിൽ അഭിനയിക്കുന്ന ആളുകൾക്കും പണമുണ്ട്, അതിൻ്റെ ടെക്നീഷ്യൻസിനും പണമുണ്ട്. അതും ടിക്കറ്റ് കൊടുത്തിട്ട് തന്നെയാണ് ആളുകൾ കാണുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ബാക്കിൽ കമേഴ്ഷ്യൽ ആംഗിളും ഉണ്ട്. പിന്നെ ഈ കമേഴ്ഷ്യൽ ആംഗിൾ കൂടുതലുള്ള സിനിമകളെയാണ് ഇവർ കമേഴ്ഷ്യൽ ചിത്രങ്ങൾ എന്ന് പറഞ്ഞ് കാറ്റഗറി ചെയ്യുന്നത്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ, എല്ലാവരുടെ അഭിപ്രായമാണെന്നല്ല, ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് ഈ അവാർഡ് സിനിമകൾ എന്ന് പറയുന്ന സിനിമകളാണ്. അവർ മൊത്ത കച്ചവടമാണ് നടത്തുന്നത്. അവർ ഇന്റർനാഷണൽ ലെവലിലാണ്. അതായത് ഭാഷ അറിയാൻ പാടില്ലാത്ത വേറെ ആളുകൾക്കാണ് ഇതുകൊണ്ട് വിറ്റ് നമ്മുടെ സിനിമകളൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ലാഭം ആ സിനിമകൾക്കാണ്. ശരിക്കും കച്ചവട സിനിമകളെന്ന് അതിനെയാണ് പറയുന്നത്. നമ്മൾ നിസ്സാര കച്ചവടക്കാരാണ്. ഈ കൊച്ചു ആളുകളുടെ 10-20 രൂപ വാങ്ങിച്ചിട്ടാണ് സ്റ്റേറ്റ് ലെവലിലാണ് നമ്മുടെ സിനിമകൾ കച്ചവടം ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ കഷ്ടപ്പെടുന്ന ആളുകളാണ്. നമ്മൾ ചെറിയ കച്ചവടക്കാർ, അവർ വലിയ കച്ചവടക്കാർ. പക്ഷെ അവർക്ക് വേറൊരു ഇമേജും വേറൊരു പേരും അവർക്ക് ബുദ്ധിജീവി തലവും പിന്നെ മീഡിയ ബാക്കിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നാഷണൽ ഒരു അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ഗമയും കാര്യങ്ങളും അതിന് വേറൊരു സെറ്റപ്പും കാര്യങ്ങളും. അപ്പോൾ ഒരു കുറേയൊക്കെ നാട്യങ്ങളാണ്. അപ്പോൾ അത്തരം സിനിമകൾക്ക് ചില പ്രത്യേക സ്റ്റൈല് വേണം, അല്ലെങ്കിൽ അത്തരം സിനിമകൾക്ക് ഇങ്ങനെ ലാഗ് വേണം, ഇത്ര ലെങ്തി ഷോർട്സ് വേണം, ഡയലോഗുകൾ പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ചില നാട്യങ്ങൾ, അങ്ങനത്തെ ചില കള്ള സൃഷ്ടികളും അതിൻ്റെ കൂട്ടത്തിൽ ഇറങ്ങി പോകുന്നുണ്ട്. വളരെ പവർഫുൾ ആയിട്ടുള്ള എത്രയോ മനോഹരമായ സിനിമകളുണ്ട്. ഈ പറയുന്ന സ്ലോ പേസ് ഉള്ള സിനിമകൾ പോലും നമ്മളെ മനസ്സിൽ തൊടുന്ന, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന എത്രയോ സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. അല്ലാത്ത കള്ളത്തരം സിനിമകൾ അതൊക്കെ പിന്നെ അതൊക്കെ ഒരു അന്തം വിട്ടിരിക്കില്ല. നമ്മളൊരു കമേഴ്ഷ്യൽ സിനിമകളെക്കാളും
ആസ്വദിക്കുകയല്ലേ നമ്മളത്. അപ്പോൾ അത്രയ്ക്കൊരു പോപ്പുലർ സിനിമ, ഇന്ത്യൻ പോപ്പുലർ സിനിമ ഉണ്ടായിട്ടില്ല ആക്ച്വലി നോക്കുമ്പോൾ. അതെ, അതിനോളം ഒരു കമേഴ്ഷ്യൽ സിനിമയെക്കാളും മേളിലല്ലേ അതിൻ്റെ കമേഴ്ഷ്യൽ സക്സസ്. അപ്പോൾ ഒരു ആർട്ട് സിനിമയ്ക്ക് കമേഴ്ഷ്യൽ സക്സസ് ഉണ്ടാകുക എന്ന് പറയുന്നത് ചീത്തക്കാര്യമല്ല. അതേപോലെ ഒരു കമേഴ്ഷ്യൽ സിനിമയ്ക്ക് ഒരു ആർട്ട് ഗുണം ഉണ്ടാകുന്നതും നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ രണ്ടിനും വെരി വെൽ സെറ്റ്, വെരി വെൽ സെറ്റ്. എന്തെങ്കിലും ഒരു പടം കണ്ടിട്ട് ഈ പടം ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചു പോയ എന്തെങ്കിലും പടങ്ങൾ? ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ അയ്യോ ഇത് നമുക്ക് ചെയ്യാമായിരുന്നല്ലോ ഈ കഥ എന്ന്. പക്ഷെ ഇങ്ങനെയല്ല, ഈ കഥ നമുക്ക് ചെയ്യാമായിരുന്നല്ലോ, എന്തുകൊണ്ട് എനിക്ക് ഈ കഥ എൻ്റെ മനസ്സിൽ ഈ കഥ അതെന്തിനാ അവര് നശിപ്പിച്ചതുകൊണ്ടാണോ? അല്ല, ആസ്വദിച്ചതുകൊണ്ടാണ്. തോന്നിയത് എന്തെങ്കിലും പറയും. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ മാമാട്ടുകുട്ടിയമ്മ എന്ന് പറയുന്ന സിനിമ അന്ന് ഞങ്ങളൊക്കെ കഥ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന സമയമാണ്. ആ സിനിമ കണ്ടിട്ട് ആ കൊച്ചു കഥ എന്ത് ഭംഗിയായിട്ടാണ് ആ കഥ പറഞ്ഞു വന്നിരിക്കുന്നത് എന്ന് തോന്നി. അതുപോലെ പിന്നെ കിരീടം എന്ന് പറയുന്ന സിനിമ. കിരീടം എൻ്റെ സിനിമയുടെ ഒരു സ്റ്റൈലുള്ള സിനിമയല്ല, പക്ഷെ ആ സിനിമ കണ്ടിട്ട് എനിക്ക് ഒരുപാട് മനസ്സിൽ ഇങ്ങനെ ഒരു ഭാരം തോന്നി. ഇതുപോലെ ഇങ്ങനെ ഒരു കഥയും ഇങ്ങനെ ഒരു സിനിമ, അന്നും ഞാൻ സംവിധായകനല്ല, ഒരു സിനിമ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിക്കും. അങ്ങനെ പല പല സിനിമകൾ നോക്കത്താ ദൂരത്ത് കാണുന്നുണ്ട്. അതിനകത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ അങ്ങനെ ആക്ച്വലി എൻ്റെ സ്റ്റൈൽ പടം അല്ലാത്ത പടം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനിപ്പോൾ ചോദിക്കുകയാണ്, ഈ ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയെടുത്തില്ലേ? ഒരു കോമഡി ഫിലിംസ് മാത്രം ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തില്ലേ? അത് വിട്ട് മാറാനുള്ള എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? അങ്ങനെ ഞാൻ അത് എനിക്ക് വരണം. ഇപ്പൊ ഞാൻ ബലം പ്രയോഗിച്ച് ഞാനൊന്ന് മാറാമെന്ന് ശ്രമിക്കണം, നാച്ചുറലായിട്ട് വരണം. എനിക്ക് അങ്ങനെ ഒരു കഥയാണ് വരുന്നതെങ്കിൽ, എനിക്കതാണ് ഇപ്പൊ ചെയ്യാനായിട്ട് തോന്നുന്നതെങ്കിൽ അത് തന്നെ ഞാൻ ചെയ്യും. അല്ലാതെ ഇനി ഞാനൊരു സീരിയസ് സിനിമ ആയിക്കളയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി ഒരു തമാശ സിനിമ എടുക്കാമെന്ന് പറഞ്ഞിട്ടുമല്ല ഞാൻ സിനിമ തുടങ്ങി. രാവിലെ എണീറ്റ് കുളിച്ചിട്ട് ഇന്ന് ഞാൻ സീരിയസ് അങ്ങനെ ആകാൻ പറ്റില്ലല്ലോ നമുക്ക്. തമാശ സിനിമകൾ എടുക്കാം, ഇന്നൊരു കോമഡി സിനിമയ്ക്ക് ഒരു സീൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടില്ല. ഒരു കഥയാണ് നമ്മൾ ആലോചിക്കുന്നത്. ഒരു സ്പാർക്കാണ് നമുക്ക് ആദ്യം തുടങ്ങുക അല്ലേ? അതിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ എൻ്റെതായ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അത് ഹ്യൂമറസ് ആയി പോകുന്നു. അത് എൻ്റെ പ്ലസ്സോ മൈനസോ എന്തായാലും അതാണ്. ഇതുവരെ പ്ലസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പിന്നെ എന്തിനാ അത് ഉപേക്ഷിക്കണം? പിന്നെ എൻ്റെ സിനിമ പോലെ സിനിമ എടുക്കാൻ വേറെ ആളില്ല. പിന്നെ എന്ത്, ഞാൻ മറ്റുള്ളവരെടുക്കുന്ന പോലെ ഞാൻ അങ്ങോട്ട് പോകണം. എനിക്ക് എൻ്റെതായ രീതിയിൽ പോകാമല്ലോ. അതിന് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, എനിക്ക് അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഹാപ്പിയാണ്. എത്രയോ ഹീറോസ് വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അതിന് മുമ്പും കൂടി എത്രയോ ഹീറോസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഹീറോസിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഇവർക്ക് ഒരു ഡയറക്ഷൻ സെൻസ് ഉണ്ട് എന്ന് തോന്നിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ടോ? ഇവർ ഡെഫിനറ്റ്ലി ദേ വിൽ ബിക്കം എ ഡയറക്ടർ എന്ന് തോന്നിയിട്ടുള്ള ആർട്ടിസ്റ്റ് പലരും അങ്ങനെ പ്രകടിപ്പിക്കില്ല. ഇപ്പോൾ നമ്മുടെ നല്ല ബുദ്ധിയുള്ള ആർട്ടിസ്റ്റുകൾ ഒരിക്കലും അവർ ഈ ഡയറക്ടർ വർക്കിൽ ഇൻവോൾവ് ചെയ്യില്ല. നമുക്ക് അറിയാം, അവർ വളരെ ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ ചില സമയത്ത് ഒന്ന് ചോദിക്കും, എന്തിനാ ഇങ്ങനെ വെക്കുന്നത്, അങ്ങനെ വെച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിന് കറക്റ്റ് ആൻസർ പറയും. അല്ല, അങ്ങനെ വെച്ചാൽ അങ്ങനെയാണ് ഓഡിയൻസിന് കിട്ടുക, നമുക്ക് കിട്ടേണ്ടത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഓ എന്ന് പറയും. അപ്പോൾ അങ്ങനെ വളരെ ഒബ്സർവ് ചെയ്യുന്ന ആളുകൾപ്പെട്ടാണ് മമ്മൂക്ക, അങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന ആളാണ്, മോഹൻലാൽ ഒബ്സർവ് ചെയ്യുന്ന ആൾ. പക്ഷേ ഇവരെക്കാളും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു ഡയറക്ടർ ആകും എന്ന് ഞാൻ തോന്നിയിട്ടുള്ളത്, വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ജഗദീഷ് ചിലപ്പോൾ ഡയറക്ടർ ആകും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ ജഗദീഷ് എന്തോ ഡയറക്ടർ ആയിട്ടില്ല. അപ്പം നമ്മുടെ ഒരു കാൽക്കുലേഷൻ. പക്ഷെ ആദ്യം ഒരു റൈറ്ററായിട്ടല്ലേ ജഗദീഷ് വന്നത്. പ്രൊമോഷൻ ഷുഡ് ഹാവ് ബീൻ എ ഡയറക്ടർ. അതെ, നല്ല ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി വേണം ഡയറക്ടർ. ഒരുപാട് ഒരു ക്രൂ രാവിലെ നിൽക്കുകയല്ലേ ഇയാൾ വരാൻ വേണ്ടിയിട്ട്. എല്ലാവരും വെയിറ്റ്, നമ്മൾ എന്താ ടിഫിൻ എന്നാ പറയാല്ലേ സിനിമയുടെ ഭാഷ, ടിഫിനും കഴിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്, എവിടെയാണ് ലൈറ്റ് വയ്ക്കുന്നത്. അപ്പോൾ ഇയാളുടെ ഒരു ഡിസിഷൻ, ഇയാളുടെ ഒരു ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഒരു ഹോൾ ക്രൂ വെയിറ്റ് ചെയ്യാണ്. അതൊരു ഭയങ്കര ടെൻഷനാണ് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അത് പുറത്ത് നമ്മൾ കാണിക്കാനും പാടില്ല, ഇയാൾക്കൊന്നും അറിയില്ലെന്ന് അവർ. ആദ്യത്തെ ദിവസം എന്തായിരുന്നു ഡയറക്റ്റ് ചെയ്യാൻ വന്നപ്പോൾ? ഫസ്റ്റ് പടം ഡയറക്റ്റ് ചെയ്യാൻ വരും, അത് ഞാനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അത്. ഫസ്റ്റ് ഷോട്ട് ഞങ്ങൾ ഉദയ സ്റ്റുഡിയോയിലായിരുന്നു. ഉദയ സ്റ്റുഡിയോയിൽ ഒരു മുൻപിൽ തന്നെ, ഉദയ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടല്ലോ, മുമ്പിൽ തന്നെ ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അവിടെയായിരുന്നു പൂജാ ഷോട്ട്. പൂജാ ഷോട്ട് വളരെ 1-2 ഷോട്ട് വളരെ ഒരു ടെൻഷൻ ഉണ്ട്, അത് കുറേ ഗസ്റ്റും ഒക്കെ ഉണ്ടായത്, വളരെ പെട്ടെന്ന് എടുത്ത് തീർത്തു. ഉച്ചയ്ക്ക് ശേഷമാണ് ഉർവശി തിയേറ്റേഴ്സ്, അതായത് റാംജി റാവുവിൻ്റെ മെയിൻ തീം സ്ഥലമായിട്ടുള്ള ഉർവശി തിയേറ്റേഴ്സിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ, ക്യാമറാമാൻ വേണു,
ലാൽ, ഞങ്ങൾ 3 പേരും ഒരു കാറിൽ പോകുന്നത്. ഡ്രൈവർ കാർ ഡ്രൈവ് ചെയ്യുന്നു, ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലെ ഇടി എനിക്ക് ചെവിട്ടിൽ കേൾക്കാം, ടിപ്പ് 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 ടിപ്പ്. കാരണം പോയിട്ട് എങ്ങനെയാണ് ഷോട്ട് എടുക്കുക, ഏത് സീൻ എടുക്കേണ്ട സീൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഫസ്റ്റ് ഷോട്ട്, അതിൽ നിന്ന് സെക്കൻഡ് ഷോട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, ടോട്ടൽ ബ്ലാങ്കാണ്. അതേ സമയത്ത് ലാലും ഈ വേണുവും കൂടി ഇങ്ങനെ, വേണു ഫ്രണ്ടിൽ ഇരുന്നിട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, എന്തോക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ലാലതിന് മറുപടി പറയുന്നുണ്ട്. ഞാൻ ടോട്ടൽ ബ്ലാങ്കാണ്. ഞാനിങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴും ഒക്കെ എനിക്ക് ടെൻഷനാണ്, എൻ്റെ കൈയൊക്കെ തണുത്ത്. അവസാനം ചെന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെയായിരിക്കും, ഇങ്ങനെയാകാം എന്ന് വെച്ചിട്ട് അതൊരു നാച്ചുറൽ ഫ്ലോ അങ്ങനെ അങ്ങ് വന്നു. ഇങ്ങനെയാണ് ഫസ്റ്റ് ഷോട്ട്, ഇങ്ങനെയാണ് സെക്കൻഡ് ഷോട്ട്, ഇങ്ങനെയാണെന്ന് ടോട്ടൽ പ്ലാൻ ചെയ്ത്. അപ്പോൾ അവരൊക്കെ ഓക്കെ, എല്ലാവരും ഹാപ്പി, എല്ലാവരും നമ്മൾ കൺസീവ് ചെയ്തത് ശരിയാണ്, ഒഴിഞ്ഞു പോയല്ലോ, എല്ലാവരും പണിക്ക് പോയല്ലോ. പിന്നെ നമുക്കിരുന്ന് ആലോചിക്കാം എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ. ആദ്യം ഇവർക്ക് പണി കൊടുക്കും, ഈ ഭൂതം നിൽക്കുന്ന പോലെയാണ്. ഇനി എന്തെന്ന് ചോദിച്ചിട്ട് ഇവർ നിൽക്കല്ലേ. നമ്മളൊരു ഷോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടി അങ്ങോട്ട് പോയാൽ പിന്നെ നമ്മൾ റിലാക്സ്ഡ് ആണ്. മാറി നിന്നിട്ട് ഇനി ഈ ഭൂതം വരുമല്ലോ, അടുത്ത ഷോട്ടും ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അടുത്ത ഷോട്ട് എന്തായിരിക്കും. ആ ഒരു ടെൻഷൻ അന്ന് ഞാൻ അനുഭവിച്ചു. പക്ഷെ ഇന്ന് എനിക്കത് അത്ര ഇല്ല. കാരണം ഇന്ന് നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, സക്സസിന്റെ ഒരു ശക്തി ഉണ്ട്. ആ ഒരു ഇന്നസെൻസ് അന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. സിൻസിയർ ആയിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാവും. ലാലിനോട് ഞാൻ ചോദിച്ചപ്പോൾ ലാൽ അത് അറിയാതിരിക്കാനാണ് സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായില്ല. ഞാൻ ഇങ്ങനെ മിണ്ടാതെ, ഇവർ തമാശയൊക്കെ പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് ടോട്ടൽ ബ്ലാങ്ക് ആണ്. ശരി, ഞങ്ങളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സെഗ്മെന്റ് ഉണ്ട്. ഞാൻ ചില പേരുടെ പേര് പറയും, അത് കേട്ടിട്ട് മനസ്സിൽ എന്താ തോന്നുന്നത്, ലൈക്ക് യു ക്യാൻ സേ ലൈക്ക് ഈ വാൾ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നൈസ്, അല്ലെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ദിസ് കളർ, എന്തെങ്കിലും പറയില്ലേ, ഒരു റിഫ്ലക്ഷൻ. ഉടനെ തോന്നിയത് പറയാ, അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാൻ പാടില്ല. ഭയങ്കര കുഴപ്പമാണ്. ഓക്കെ, ഒരു വാക്കിൽ പറയാൻ പറ്റിയാൽ കൊള്ളാം, അല്ലെങ്കിൽ 2 വാക്കിൽ വേണമെന്നില്ല. ഓക്കെ, ആകാൻ പാടില്ല എന്നല്ല. ആളുകളാണോ വ്യക്തികളെ കുറിച്ച്? വ്യക്തികൾ തന്നെ. വേണമെങ്കിൽ ചോദിക്കാം അല്ലേ, ഇടയ്ക്കിടയ്ക്ക്. അല്ല, ഇപ്പൊ നമുക്ക് സിനിമയെ പറ്റി ചോദിക്കാം. വേറെ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എ പേഴ്സണൽ, ഒരു രസത്തിന് വേണ്ടിയിട്ടുണ്ട്. അപ്പൊ സത്യം പറയണമെന്നില്ല. ഫാസിൽ, ഗുരു, പ്രിയദർശൻ. അസൂയ പ്രിയദർശനോട്. ജഗതി ശ്രീകുമാർ. ഇതുപോലെ ഒരു ആർട്ടിസ്റ്റ് ആകാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു അസൂയ. അടൂർ ഭാസി. ചേട്ടനോട് എനിക്ക് അത്രയ്ക്ക് വലിയൊരു അടുപ്പമില്ല, പേഴ്സണലായിട്ടും ഇല്ല. അന്ന് എനിക്ക് ഇങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ബന്ധം അദ്ദേഹമായിട്ടില്ല, എൻ്റെ മുൻപിലുള്ള തലമുറയില്ല. അന്ന് പിന്നെ ഇത്രയും ബുദ്ധിയില്ലല്ലോ, അതിന് അങ്ങനെ ആകാനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ അത്ര ചെറുതല്ലേ. ഓക്കെ, ദി ലേറ്റ് PV നരസിംഹറാവ്, നമ്മുടെ പ്രധാനമന്ത്രി. കുറച്ചുകൂടി സുന്ദരനാകാമായിരുന്നു, കുറച്ചുകൂടി ചിരിക്കാമായിരുന്നു. ചാർലി ചാപ്ലിൻ. അത് ചാർലി ചാപ്ലിനോട് പറ്റി പറയാൻ എനിക്ക് വാക്കുകളില്ല. കാരണം അദ്ദേഹം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ കുറച്ചു കാലമല്ലേ എനിക്ക് പറ്റുള്ളൂ എന്നുള്ളൊരു സങ്കടം. അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ പറ്റിയില്ലല്ലോ. ബർഗ്മൻ്റെ സിനിമകളോട് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. എനിക്ക് അങ്ങനെ വലിയ അടുപ്പമുള്ള ആളല്ല ബർഗ്മൻ. മമ്മൂട്ടി. എന്തൊരു സൗന്ദര്യം. മോഹൻലാൽ എപ്പോഴും ഈസി ഗോയിങ് ആണ്. അതേപോലെ ആകാൻ സാധിക്കുക ഒരു ഭാഗ്യമാണ്. ശ്രീനിവാസൻ ഷാർപ്പാണ് കാര്യങ്ങളിൽ. ഹ്യൂമറിൽ പോലും സത്യം ഉണ്ടാവും പറയുന്നത്. ഒരു സത്യമുള്ളിടത്ത് ശ്രീനിവാസന്റെ പ്രസൻസ് ഏറ്റവും ഭംഗിയാകുക. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു നടനാണ്. ഒരു ആക്ടർ ആരാണ്, ക്യാരക്ടർ ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ ക്യാരക്ടറായിട്ട് മാറാൻ കഴിവുള്ള ആർട്ടിസ്റ്റാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാസ്യ നടൻ ആരാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാസ്യ നടൻ എന്ന് പറയുന്നത് എനിക്ക് നാഗേഷ്. മനോരമ. ഓ ഗ്രേറ്റ്. ഉർവശി. മലയാളത്തിലെ മനോരമ. ദിലീപ് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധ്യതയുള്ളൊരു നടൻ. അതായത് നമുക്ക് മമ്മൂട്ടി, മോഹൻലാൽ പോലെ വരാൻ ചാൻസ് ഉള്ള ഒരു നടനാണ് ദിലീപ്.
ദിലീപിൻ്റെ ഒരു അവരുടെ സ്റ്റൈലായിട്ടുള്ള ഒരു പടങ്ങൾ നോക്കുമ്പോൾ കോമഡി പടങ്ങളായിട്ടല്ലേ ഫസ്റ്റ് ഹി ബിക്കം വെരി സക്സസ്ഫുൾ. അതെ അതെ. അപ്പോൾ വാട്ട് യു ഫീൽ അബൌട്ട് ഹിം ആസ് എ പേഴ്സൺ? എപ്പോഴും ഇപ്പോൾ മോഹൻലാൽ തുടങ്ങിയത് വില്ലനായിട്ടല്ലേ, പക്ഷെ ഇന്ന് മോഹൻലാലിനെ വില്ലനായിട്ടല്ലോ കാണുന്നു. മോഹൻലാലിൻ്റെ ഹ്യൂമർ, മോഹൻലാലിൻ്റെ റൊമാൻറ്റിക് സീൻസ്, സോങ് സീക്വൻസസ്, ഇമോഷൻ അങ്ങനെ വരുന്നില്ലേ. ആ ഗ്രോത്ത് നോക്കി. അപ്പോൾ തുടക്കം വെച്ചിട്ടല്ല നമ്മൾ നോക്കേണ്ടത്. അവരുടെ ടാലൻസ് ചില ചെറിയ ചെറിയ രംഗങ്ങളിൽ പോലും നമുക്ക് കാണാം. ഇപ്പോൾ അതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരുപാട് ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ ഈ പുരുഷ വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷേ ഈ മഞ്ജു വാര്യർ ദയ എന്ന് പറയുന്ന സിനിമയിൽ പുരുഷ വേഷത്തിൽ വരുന്നുണ്ട്. ഇത് മഞ്ജു വാര്യരാണെന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. അതാണ് ആ ആർട്ടിസ്റ്റിൻ്റെ ഗ്രേറ്റ്നെസ്. അതുപോലെ ഔവൈ ഷൺമുഖി എന്ന് പറയുന്ന സിനിമ നമ്മൾ കമലഹാസനാണെന്ന് അറിയാം, ഇത് ഒരു സ്ത്രീ വേഷം, കുറച്ച് കഴിയുമ്പോൾ ഇയാൾ കമലഹാസനാണെന്ന് നമ്മൾ അങ്ങ് മറന്നു പോകുന്നില്ല അല്ലേ. അതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കുഞ്ഞുകൂനൻ എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ ഞാൻ ദിലീപിനോട് പറയുകയും ചെയ്തു, ഇത് ദിലീപ് കൂനനായിട്ട് അഭിനയിക്കുകയാണ് എന്ന് നമുക്ക് അറിയാം. എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ദിലീപ് അങ്ങ് പോയിട്ട് ആ കൂനനെയാണ്, ഈ കൂനനെ നമുക്കറിയാമല്ലോ, എവിടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഈ കൂനനെ, ഇയാളെ നമുക്ക് ഇയാളുടെ മൂവ്മെൻറ്റ്, ഇയാളുടെ ലവബിൾ. അപ്പോൾ അയാളെ ക്യാരക്ടറായിട്ട് മാറാനുള്ള ആ ഒരു ടാലൻസ് ദിലീപിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്നത്തെ നമ്മുടെ സൂപ്പർ സ്റ്റാർസ്, അതായത് ദിലീപ് സൂപ്പർ സ്റ്റാർ തന്നെ, മമ്മൂട്ടി, മോഹൻലാൽ, കമലഹാസൻ എന്നൊക്കെ പറയുന്നത് പോലുള്ള ലെവലിലേക്ക് വരാൻ ചാൻസ് ഉള്ള, കഠിനാധ്വാനം ചെയ്താൽ വരാൻ ചാൻസ് ഉള്ള ഒരു ആക്ടർ തന്നെയാണ് ദിലീപ്. ദിലീപിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ നോക്കണ്ട, ദിലീപ് ഒരുപാട് മുന്നോട്ട് വരും. അതേമാതിരി ഈ ആർട്ടിസ്റ്റിനെ കൊണ്ട് ഒരു പടം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റ് ആരാണ്? നമ്മുടെ ഇന്ത്യൻ ആർട്ടിസ്റ്റ്. ഇപ്പോൾ നമുക്ക് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് മമ്മൂട്ടി, മോഹൻലാലും തന്നെയാണ്. അവരെ ഇതുവരെ വർക്ക് ചെയ്യാത്ത ആർട്ടിസ്റ്റ്, ഇതുവരെ വർക്ക് ചെയ്യാത്ത ഇപ്പോൾ ദിലീപാണ് വർക്ക് ചെയ്യാത്തത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തു വരുന്നുള്ളൂ. അങ്ങനെ ദിലീപിനോട് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ഒരുപാട് നമുക്ക് ചിലരോട് അത് തോന്നിക്കഴിഞ്ഞാൽ അവരുമായിട്ട് വർക്ക് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളൊരു പേടി കൊണ്ട്, അപ്പോൾ നമ്മൾ മാറി നിന്ന് റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ്. തമിഴിലേക്ക് വരാനുള്ള ഒരു തമിഴിലേക്ക് വരാനുണ്ടായതും ഞാൻ നിർബന്ധം കൊണ്ട് അങ്ങനെ വന്നതാണ്. പല തമിഴ് പടങ്ങൾ, എൻ്റെ ഹിറ്റ്ലർ, അങ്ങനെ പല സിനിമകളും ഇതിനു മുൻപ് തമിഴിലും കൂടി ഹിറ്റ്ലർ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അന്ന് തമിഴ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് വന്നപ്പോഴൊക്കെ ഞാനിങ്ങനെ ബാക്ക് ഔട്ട് ചെയ്ത് തന്നു. കാരണം എനിക്ക് അങ്ങനെ തമിഴ് അങ്ങനെ ഫ്ലുവൻ്റ് അല്ല എന്നുള്ള അതിനകത്ത്. പിന്നീട് ഞാൻ ഭാഷയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ, അറിയണമല്ലോ, കൾച്ചർ അറിയണം, ഭാഷ മാത്രമല്ലല്ലോ. ഇപ്പോൾ ഒരു സിനിമ കൾച്ചറിനകത്ത് നിന്നുകൊണ്ട് വേണ്ടേ ചെയ്യാൻ. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹിന്ദി സിനിമ നമുക്ക് ചെയ്യാൻ എന്നോട് ഒരുപാട് പേര് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്ന ഒരു സിനിമ ഹിന്ദിയിലേക്ക് ചെയ്തുകൂടിയാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണം, ഇപ്പം ഞാൻ ഒരിക്കൽ ബോംബെ ചെല്ലുമ്പോൾ ഒരു മാരേജ് പ്രൊസഷൻ വരികയാണ് അവരുടെ. അപ്പോൾ അതിന് ഡാൻസ് ചെയ്തിട്ട് വരികയാണ് അതിൻ്റെ കൂടുതൽ ആളുകൾ. അപ്പോൾ അതിനകത്ത് ഈ പെണ്ണിൻ്റെ അച്ഛനും ഉണ്ട്, ഈ ചെറുക്കൻ്റെ അമ്മയും ഉണ്ട്, ഇവരൊക്കെ കൂടെ ഡാൻസ് ചെയ്യുകയാണ്. അപ്പം ഇത് എനിക്ക് കൺസീവ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും, കാരണം അത് അവരുടെ കൾച്ചറിലുള്ളതാണ്. ഞാനൊരു ഹിന്ദി സിനിമ എടുത്താൽ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല, കാരണം എനിക്കത് തമാശയായിട്ടാണ് തോന്നുക അല്ലേ. അപ്പോൾ അവിടെ ഉള്ളവർക്കാണ് ആ കൾച്ചറിന് അത്ര ഡീപ്പായിട്ട് അവരുടെ സ്റ്റൈല്, ലൈഫ് അതറിയണം. അത് നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിലേ അവരുടെ സിനിമയാകുള്ളൂ. അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുന്ന ഒരു മലയാള സിനിമയായിരിക്കും. അത് പാടില്ല. ഇപ്പൊ അങ്ങനെ കുറെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുറെ മലയാള സിനിമകൾ വരുന്നുണ്ടല്ലോ. അതിപ്പോ അത് എപ്പോഴും ഉണ്ട്. അത് മടുപ്പ് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒരേ തരം സാഹിത്യം ഒരു കാലത്ത് ഭയങ്കരമായിട്ട് ഡയലോഗുകളിൽ പറഞ്ഞിരുന്നു, കുറെ കഴിഞ്ഞപ്പോൾ അത് മാറി. ഇപ്പം ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലൂടെ നാച്ചുറലായിട്ട് സാധാരണ ആളുകൾ എന്ത് പറയുന്നു, ഇപ്പം ഞാൻ ഈ പറയുന്നത് പോലുള്ള ഡയലോഗുകളാണ് എൻ്റെ കഥയിൽ, എൻ്റെ സിനിമയിൽ കഥാപാത്രങ്ങൾ പറയുന്നത്. ഒരിക്കലും സാഹിത്യം പറയാറില്ല. അപ്പോൾ സാഹിത്യം പറഞ്ഞാൽ ഇപ്പോൾ തിയേറ്ററിലെ ആളുകൾ ഓളിയിടാൻ തുടങ്ങും. അപ്പോൾ ഇത് ഓളിയിടും എന്ന് നമുക്ക് നേരത്തെ മനസ്സിലായതുകൊണ്ട് നമ്മൾ വഴി മാറ്റി ചിന്തിച്ചു. ഇപ്പോൾ അത്തരം ഡയലോഗ് എഴുത്തുകാർക്കും അത്തരം സ്റ്റൈലുകാർക്കും ഇപ്പം നിലനിൽപ്പില്ലാതെ. അപ്പോൾ കുറച്ച് മാറ്റം എപ്പോഴും ആളുകൾ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് കുറച്ച് ഈ മംഗ്ലീഷ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ മലയാളവും അല്ല ഇംഗ്ലീഷും അല്ലാത്ത പോലുള്ള ഡയലോഗുകൾ, അത് കുറച്ച് നാളത്തേക്ക് നിൽക്കും, വീണ്ടും തിരിച്ചു വരും. ഒരു സൈക്കിളാണ്. നോക്കുമ്പോൾ ടൈറ്റിൽസും കൂടി ഇംഗ്ലീഷല്ലേ ആവുന്നു, ഫോർ ദ പീപ്പിൾ. അത് എൻ്റെ എല്ലാ സിനിമകളും മിക്കവാറും എല്ലാ ടൈറ്റിലുകളും അങ്ങനെയാണ്. അത് പല പല റീസൺസ് ആണ്. ഇപ്പോൾ ഞാൻ അത് തന്നെ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു നല്ല പടം നന്നായിട്ട് ഓടിക്കഴിഞ്ഞാൽ ഉടനെ പടങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു ധൃതിയിലാണ് എല്ലാവരും. ഒരു പടത്തിനും ഇനി ഒരു പടത്തിനും ഒരുപാട് ടൈം എടുക്കുക. എന്തിനാ അങ്ങനെ?
ഞാൻ നേരത്തെ പറഞ്ഞ കാരണം തന്നെയാണ് അതിന്. കാരണം ഒരു സിനിമ spark വേണം. ഒരു സിനിമ കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഡയറക്ടർ തീർന്നിരിക്കുന്നു. ഞാൻ പിന്നെ ഡയറക്ടറല്ല. പിന്നെ എനിക്ക് ഡയറക്ടർ ചെയ്യാൻ ഞാൻ എക്യുപ്ഡ് ആവണം. എനിക്ക് കഥ ഉണ്ടാവണം, കാര്യങ്ങളുണ്ടാവണം, എല്ലാ സംഭവങ്ങളും, ഈവൻ സെറ്റ്, മറ്റ് കാര്യങ്ങൾ, കോസ്റ്റ്യൂംസ് എല്ലാം റെഡി ആയതിനു ശേഷമേ എനിക്ക് ഡയറക്ടറായിട്ട് നിൽക്കാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് വരുള്ളൂ. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. അതാണ് എൻ്റെ ഒരു സിനിമയിൽ നിന്ന് വേറൊരു സിനിമയിലേക്കുള്ള ഗ്യാപ്പ്. പക്ഷേ അടുത്ത് തന്നെ ഒരു സിനിമയോട് ഞങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. താങ്ക് യു വെരി മച്ച്. വെൽക്കം. താങ്ക് യു വെരി മച്ച്.